ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ബട്ടർ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരൊറ്റ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു ബട്ടർ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കേക്കിൻ്റെ ആവശ്യത്തിനും ഗനാശിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ കറികളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബട്ടറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഈസി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ മിക്സിയുടെ ഒരു ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ചേർക്കുന്ന സമയത്ത് ഒന്ന് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്ക് ബട്ടർ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 60 സെക്കൻഡ് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ നെയ്യ് എടുക്കുക. ഇത് അത്യാവശ്യം ഒരു 80 ഗ്രാമിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഈ ഒരു ബട്ടർ ഉണ്ടാവും കേട്ടോ, ഈ ഒരു 1/4 കപ്പ് വെച്ച് ചെയ്താൽ. അപ്പോൾ ഞാൻ അതിലോട്ടൊരു 1/4 കപ്പ് ഉരുക്കി എടുത്തിട്ടുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 കപ്പ് അളവിൽ അല്ലെങ്കിൽ 1 കപ്പ് അളവിൽ നെയ്യ് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നെയ്യെടുത്ത് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ഈ ഒരു ഐസ് ക്യൂബ്സിൻ്റെ ഒക്കെ എണ്ണ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1/4 കപ്പ് നെയ്യ് എടുത്തതുകൊണ്ട് അതിലോട്ടൊരു 3 ഇതേപോലെയുള്ള ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഈ ഒരു 3 ഐസ് ക്യൂബ്സ് മതി. നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 60 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബട്ടറിൻ്റെ അതേപോലെ ആയി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് അടിച്ചെടുക്കുവാണ്. ഒരു 60 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് 60 സെക്കൻഡ് നിർത്താണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സെറ്റായ നോക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിച്ചെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ നിർത്താണ്ട് ഒരു 60 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ ഐസ് ക്യൂബ്സ് ഒന്നും കാണുന്നില്ല. അതൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അതേ ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം കേട്ടോ. കറികളിൽ ഉപയോഗിക്കാം, കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം, അതേപോലെ ഗനാഷിൽ ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബട്ടറാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലും ഒരു ഇച്ചിരി കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യം വന്നിട്ടില്ല, കാരണം അത്യാവശ്യം ആ ഒരു കളറ് അതിനുണ്ടായിരുന്നു, ബട്ടറിൻ്റെ കളർ അതിനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ആക്കി വെക്കുന്നത്. നമ്മുടെ സാധാരണ ബട്ടർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലോട്ടാണ് ഞാനിത് മാറ്റി വെച്ച് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ മിനിമം നമുക്കത് 1 മാസം കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഒട്ടും കേട് വരാണ്ട് നമുക്കിത് നന്നായിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബട്ടറിൻ്റെ അതേപോലെ ഒരു പാത്രം കയ്യിലുള്ളത് കൊണ്ട് അത് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി പാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചാലും മതി. ഇതൊന്നും ആവില്ല. നമുക്കൊരു 1 മാസം വരെ കേടുകൂടാണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ഒരു പാത്രമാണ്. അതിൻ്റെ 3/4 ഭാഗവും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 80 ഗ്രാം ബട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു 1/4 കപ്പ് വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനമാണ് ബട്ടർ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നെയ്യിൻ്റെ ടേസ്റ്റ് ഒന്നും വരില്ല. കറക്റ്റ് ബട്ടർ എങ്ങനെയാണോ ഉണ്ടാവുക അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇതും കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട കേട്ടോ.